അന്ന് കല്യാണത്തിന് പോണ്ടേ? പോണം. എത്ര കുറച്ച് ചെയ്യട്ടെ, ആൾക്കാരൊക്കെ ഒന്ന് റെഡി ആകുമ്പോഴേക്ക്. ബിരിയാണിയാന്ന് തോന്നാടെ. ബിരിയാണിയാ? ആ വനല്ലേ, സാധനല്ലേ? സാധനം തന്നെ തൊള്ള വെക്കാൻ പറ്റൂല. കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് ഈ തൊള്ളയിലല്ലേ വെച്ച് കള്ളറച്ച് തിന്നുകയും ചെയ്യും. പിന്നെ അതിന് കുറ്റം പറയുക ഭക്ഷണത്തിന്. ഒരു വിജയനാരി അന്വേഷിച്ച് വന്നതാണ്. പട്ടാളത്തിലായിരുന്നു, റിട്ടയർഡ് ആയതാണ്. ഇവിടെ ഇടുകയാണോ വീട്? ഇവിടെ കുറച്ച് അങ്ങോട്ട് പോയാലേ ഇടത് ഭാഗത്ത് 2 നില വീട്. അതന്നെ. അല്ല, വിജയനാര് ചോദിച്ചത് എന്തേ കാര്യം? ഇപ്പൊ വിവാഹാലോചനയായിട്ട് വന്നായിരുന്നു. ആള് നല്ലൊരു കൂട്ടാണ്, നല്ല ചെക്കന, ഉഷാറാ, കാണാനും നല്ല രസമുള്ള. പിന്നെ അച്ഛൻ മിലിറ്ററിയിലാണല്ലോ, അച്ഛൻ കൊണ്ടുവരുന്ന ഒക്കെ കുട്ടി. അതെ കുട്ടി. പിന്നെ അത് തീരുന്ന പിന്നെ വിവരാശി പോയി വാങ്ങുന്നത് ഇപ്പൊ നമ്മൾ നോക്കിയിട്ട് കാര്യല്ലേ. അല്ല, ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് പെൺകുട്ടികളാണല്ലോ, നമ്മൾ പറയണം, കാര്യങ്ങൾ പറയണം. ഈ എന്ത് വർത്താനാ പറഞ്ഞത്? ഓ നല്ലൊരു ചെക്കനല്ലേ, ഓൻ സാധനം കുടിക്കുന്നുണ്ടോ? അച്ഛന്റെ കോട്ട കിട്ടുന്ന വിക്കലല്ലോ? വിക്കലല്ല, ഞാൻ നാളെ ഓനോട് ഒരു കുപ്പി ചോദിച്ചിട്ടേ ഓനിക്ക് തന്നില്ല. അതിന്റെ ഇടയ്ക്ക് ഒരു 1000 റുപ്യ എനിക്ക് കൊടുക്കാണ്ടോ? അതിന് വേണ്ടി വാശി തരാണ്ടൊക്കെയ. വാങ്ങിയാ പിന്നെ കൊടുക്കണ്ടേ? കൊടുക്കണോ? എന്നാലും ഇല്ല ഇതിന്റെ ഒരു കണക്ക്. ഓനെ അങ്ങനെ പെണ്ണെത്തൊന്നും വേണ്ട. അയാളല്ലേ തിരിച്ചരുന്നേ? പോയില്ലേ? നിങ്ങളെന്തായി പോന്ന്? ഞാൻ മൊബൈൽ അടച്ച് മറന്നു. അത് ഇവിടെ ഉണ്ടായിരുന്നു. അല്ല അയാളുടെ കൊറേ പിന്നെ ഞാൻ ഇതിന്റെ മുമ്പേ ഒരു കല്യാണം ആലോചനയായിട്ട് പോയതാണ്. അപ്പോ അവിടുന്ന് ഒരു അനുഭവം ഉണ്ടായി. അപ്പൊ ഞാനൊരു പട്ടാളക്കാരനാണ്, ചെറിയ പരീക്ഷണം നോക്കിയതാണ്. ഈ മൊബൈൽ ഇവിടെ വെച്ചത് ഞാൻ കോൾ റെക്കോർഡിങ് വെച്ചതാണ്. കാരണം എന്താ വെച്ചോ, ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ നമുക്ക് കൊടുക്കുന്നുണ്ട്. നല്ല നല്ല ആളുകളെ പറ്റി ഒരുപാട് കുറ്റങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കല്യാണം മുടക്കുന്ന പറയുന്നത് അത് ശരിയല്ല. നിങ്ങൾ എന്നെ ആലോചിച്ചത്, അമ്മ ഉണ്ട്, സ്വന്തന്മാരുണ്ട്, എല്ലാവർക്കും ഉണ്ട്. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് അനുഭവം വന്നാൽ എന്തായിരിക്കും? എന്തിനാ മജീദ് ആൾക്കാരെ കുറ്റം പറഞ്ഞു? കുറെ കേട്ടപ്പോ എനിക്ക് സമാധാനമായല്ലോ അല്ലേ? ഞാനാണോ പറഞ്ഞത്? ഈ നിന്റെ തലയൊക്കെ ഇടുക. അപ്പൊ ഈയും പറഞ്ഞു, നല്ല കുറ്റം പറഞ്ഞു. നിങ്ങളെ കൂടുതൽ തർക്കിക്കണ്ട. ഉണ്ടല്ലോ, നിങ്ങൾ ഇനി തന്നെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കുക. എല്ലാവർക്കും വീടുകളിൽ ആളുകളും മക്കളും കുട്ടികളും ഒക്കെ ഉള്ളതാണ്. നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇപ്പൊ എങ്ങനെയുണ്ട്? ആ വോയിസ് ഔട്ടായിരുന്നല്ലോ, പുറത്തിറങ്ങി നടക്കാൻ പറ്റൂല. നമുക്ക് ഒരേ മുകളിലുള്ളതാ. വേണ്ടേ?